ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വെറും 2 ടീസ്പൂൺ ഓയിൽ കൊണ്ട് നല്ല അടിപൊളി ക്രീമി മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ ഈ മയോണൈസിൽ വെറും 2 ടീസ്പൂൺ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഹെൽത്ത് വൈസും ഒട്ടും ദോഷമുള്ളതല്ല നമ്മുടെ മയോണൈസ്. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കാറില്ല കേട്ടോ. 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 2 വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 3 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. നിങ്ങൾക്ക് പുളിപ്പ് ഒത്തിരി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം പഞ്ചസാരയാണ്. ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതിയാവും. പഞ്ചസാര കൂടി പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്ന ടൈമിലും വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ഓയിലിൽ നിന്ന് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന ടൈമിൽ സാധാരണ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന രീതിയിലല്ല ചെയ്തെടുക്കേണ്ടത്. പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു പാല് പോലുള്ളൊരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ ഓയിലില്ലാതെ ചെയ്തെടുക്കുന്ന മയോണൈസിന് തിക്നെസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത്രയും അധികം ഉരുളക്കിഴങ്ങൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക്. ഞാനിത് പുഴുങ്ങിയെടുക്കുന്ന ടൈമിൽ മുഴുവനായിട്ട് പുഴുങ്ങിയെടുത്തു എന്നേ ഉള്ളൂ. ഇതിന് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളരെ കുറച്ച് അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്ത് നമ്മുടെ മയോണൈസ് തിക്കാവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. അവസാനമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് അടിക്കുന്ന ടൈമിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മയോണൈസ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന മയോണൈസ് ഈ ഒരു തിക്നെസ്സിലുള്ള മയോണൈസാണ്. നിങ്ങൾക്ക് കൂടുതൽ തിക്നെസ് ആവശ്യമുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ ടേസ്റ്റിൽ ഒരു വ്യത്യാസവുമില്ല. നമ്മുടെ സാധാരണ മയോണൈസിൻ്റെ അതേ ടേസ്റ്റാണ്. ഹെൽത്ത് വൈസും നല്ല അടിപൊളിയാണ്. ഓയിലിൻ്റെ അളവ് വളരെ കുറവാണ്. എല്ലാവർക്കും തന്നെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടെ തിക്കായി കിട്ടും നമുക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അടിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.